നമസ്കാരം. +1 ആൻഡ് +2 ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിൻ്റെ ചരിത്രം രൂപപ്പെടുത്തിയത് യുവജനതയാണ്. ഓരോ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പ്രതീക്ഷ അവിടുത്തെ യുവജനങ്ങളിലാണ്. ഈ ലോകം തന്നെ മാറ്റിമറിക്കാനുള്ള ശക്തി യുവജനങ്ങൾക്കുണ്ട്. പക്ഷേ അവരുടെ ശക്തി പൂർണ്ണമായും പുറത്തെടുക്കുന്നതിൽ നിന്നും യുവജനങ്ങളെ തടയുന്നൊരു ഘടകമുണ്ട്. അവയാണ് മദ്യവും മയക്കുമരുന്നുകളും. മയക്കുമരുന്നുകൾ ശരീരത്തെയും തലച്ചോറിനെയും മാത്രമല്ല ബാധിക്കുന്നത്, അവ വ്യക്തിബന്ധങ്ങളെയും കുടുംബബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും തന്നെ ബാധിക്കും. തെറ്റായ കൂട്ടുകെട്ടുകളാണ് യുവജനങ്ങളെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും നയിക്കുന്നത്. കഞ്ചാവിനെയും മയക്കുമരുന്നുകളെയും മഹത്വവൽക്കരിക്കുന്ന ചില സിനിമകളും പ്രതിക്കൂട്ടിലുണ്ട്. 119 പേജിലെ റീഡ് ആൻഡ് റിഫ്ലക്ട് പാർട്ട് 1 നോക്കുക. You have now understood the urgency of the task to protect the world around us. Will this alone suffice? Can a society thrive without ensuring that the individuals maintain a healthy lifestyle? Won't life itself be in jeopardy if individuals surrender themselves to different kinds of addiction? Now read on. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ അടിയന്തരമായി സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാം. എന്നാൽ ഇത് മാത്രം മതിയോ? വ്യക്തികൾ ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരുന്നില്ല എങ്കിൽ സമൂഹത്തിന് വളരാനാകുമോ? വ്യക്തികൾ മയക്കുമരുന്നിന് അടിമകളായാൽ അവരുടെ ജീവിതം അപകടത്തിലാവില്ലേ? മയക്കുമരുന്നുകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെയും തലച്ചോറിനെയും ബാധിക്കുന്നത് എന്നീ ആർട്ടിക്കിൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് എഴുതിയിരിക്കുന്നത് പ്രശസ്ത അമേരിക്കൻ ഡോക്ടറായ ഹാർഡൻ ബ്ലെയർ ജോൺസ് ആണ്. ആധുനിക സമൂഹത്തിലെ ചെറുപ്പക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ആർട്ടിക്കിൾ. നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Point 1. The function of drugs is to prevent and cure physical diseases and reverse the disturbances that occur in some mental illnesses. ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങളെ മാറ്റാനും ചില മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്ന അവസ്ഥകളെ പൂർവ്വസ്ഥിതിയിലാക്കാനും മരുന്നുകൾ ഉപയോഗിക്കുന്നു. രോഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാർ രോഗികൾക്ക് നിശ്ചിത അളവിലും നിശ്ചിത സമയത്തും നൽകുന്നു എന്നതാണ് ഡ്രഗ്സ് അഥവാ മരുന്നുകളുടെ ശരിയായ ഉപയോഗം. ഇങ്ങനെ അല്ലാതെ അവ ഉപയോഗിച്ചാൽ അത് ദുരുപയോഗമായി കണക്കാക്കേണ്ടി വരും. Point 2. People generally believe that any ailment, infective or psychic, can be relieved by taking a pill. ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഏതസുഖവും മരുന്ന് കഴിച്ച് മാറ്റാമെന്ന് പൊതുജനം വ്യാപകമായി വിശ്വസിക്കുന്നു. ഇന്നെല്ലാവരും മരുന്നുകളെ അമിതമായി ആശ്രയിക്കുന്നുവെന്ന് പറയുന്നതിൽ തെറ്റില്ല. Point 3. Public expects miracles from tranquilizers, amphetamines and other mood-altering drugs. In such an atmosphere, it is not surprising that drug abuse has spread. ട്രാങ്കുലൈസർ മരുന്നുകൾ, ആംഫെറ്റമൈൻസ്, മൂഡ് മാറ്റുന്ന മറ്റു മരുന്നുകൾ ഇവയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അമിത ആകാംക്ഷ, ഭയം, ടെൻഷൻ എന്നിവ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് ട്രാങ്കുലൈസേഴ്സ്. മാനസികമായി നിർജ്ജീവമായ ഒരാൾക്ക് കൃത്രിമമായി സന്തോഷമുണ്ടാക്കുന്ന മരുന്നാണ് ആംഫെറ്റമൈൻ. Point 4. When people become dependent on drugs to solve their problems, they lose the capacity to deal with life situations through perseverance, self-discipline and mental effort. തങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആൾക്കാർ മരുന്നുകളെ അമിതമായി ആശ്രയിക്കുമ്പോൾ അവർക്ക് സ്ഥിരോത്സാഹത്തിലൂടെയും മനഃശക്തി കൊണ്ടും ജീവിത പ്രശ്നങ്ങളെ സ്വാഭാവികമായി പരിഹരിക്കാനുള്ള കഴിവ് ഇല്ലാതെയാകുന്നു. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കഴിവും മനുഷ്യർക്കുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അല്ലെങ്കിൽ മറക്കാൻ മരുന്നുകളെ ആശ്രയിച്ചാൽ പ്രശ്നപരിഹാരത്തിനുള്ള നമ്മുടെ മനസ്സിൻ്റെ സ്വാഭാവികമായ കഴിവ് നഷ്ടപ്പെടും. Point 5. Drugs are now considered the easy way out of a problem. പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള എളുപ്പവഴി മരുന്നുകളാണെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു. പക്ഷേ മരുന്ന് കഴിക്കുക വഴി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അവയെ തൽക്കാലത്തേക്ക് മറക്കാനോ അവയിൽ നിന്ന് ഒളിച്ചോടാനോ മാത്രമേ മരുന്നുകൾ കൊണ്ട് ഉപയോഗമുള്ളൂ. Point 6. We must make a distinction between medicines and the sensual drugs. അസുഖം വരുമ്പോൾ കഴിക്കുന്ന മരുന്നുകളും സുഖവും സന്തോഷവും നൽകുന്ന മരുന്നുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. സെൻഷ്വൽ ഡ്രഗ്സിന്റെ വിവേചനമില്ലാത്ത ഉപയോഗം മൂലം അവ ഉപയോഗിക്കുന്നയാൾ അവയ്ക്ക് അടിമയായിത്തീരും. Point 7. The Hippocrates principles view that the medicine must specifically suit the disease and the patient. When there is a disorder, only a drug that specifically mitigates that disorder should be used. കഴിക്കുന്ന മരുന്ന് രോഗത്തിനും രോഗിക്കും അനുയോജ്യമായിരിക്കണം എന്ന് ഹിപ്പോക്രേറ്റ്സ് തത്വം പറയുന്നു. എന്തെങ്കിലും അസുഖമുണ്ടായാൽ ആ പ്രത്യേക അസുഖം മാറ്റുന്ന മരുന്ന് മാത്രമേ കഴിക്കാവൂ. ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കരുത് എന്നർത്ഥം. Point 8. The drug should also have restorative effects, or it will unbalance healthy functions of the brain and body. A healthy person cannot benefit from taking a drug. മരുന്നുകൾക്ക് രോഗിയുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവ രോഗിയുടെ ശരീരത്തിൻ്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യപരമായ സന്തുലനത്തെ ബാധിക്കും. പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യന് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. Point 9. Sensual drugs are those that the body has no need for, but that give the user a strong sense of pleasure.
They activate the brain's pleasure centers. സെൻഷ്വൽ ഡ്രഗ്സ് അഥവാ സുഖദായക മരുന്നുകൾ എന്നാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് യാതൊരു ആവശ്യമില്ലാത്തതും അത് ഉപയോഗിക്കുന്നയാൾക്ക് ഉയർന്ന സന്തോഷം തോന്നിപ്പിക്കുന്നതുമായ മരുന്നുകളാണ് സെൻഷ്വൽ ഡ്രഗ്സ്. ഈ സെൻഷ്വൽ ഡ്രഗ്സിനെയാണ് മയക്കുമരുന്നുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവ സന്തോഷം നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗത്തെ ഉദ്ദീപിപ്പിക്കുന്നു. പോയിന്റ് 10. The brain governs sensations, moods, thoughts and actions by a complex series of chemically regulated controls. These are easily upset by sensual drugs. നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്, മൂഡ്സ്, ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. സങ്കീർണമായ രാസപ്രവർത്തനങ്ങളിലൂടെയാണ് തലച്ചോർ ഇവയെല്ലാം നിയന്ത്രിക്കുന്നത്. തലച്ചോറിൻ്റെ ഈ നിയന്ത്രണത്തെ മയക്കുമരുന്നുകൾ താറുമാറാക്കുന്നു. അതുകൊണ്ടാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് സുബോധം നശിക്കുന്നത്. പോയിന്റ് 11. A drug user's craving for the drug continues, but he feels less and less satisfaction. His brain's pleasure reflexes seem to be weakened by artificial stimulation. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ആർത്തി കൂടുതലായിരിക്കും. പക്ഷേ അയാൾക്ക് കാലക്രമേണ അതിൽ നിന്നും തൃപ്തി ലഭിക്കാതാകും. മയക്കുമരുന്നുകൾ സന്തോഷം നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗത്തെ ഉദ്ദീപിപ്പിക്കും എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഈ കൃത്രിമ ഉദ്ദീപനം മൂലം ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണം, അതായത് കൃത്രിമമായി ഉണ്ടാകുന്ന സന്തോഷം, കുറച്ച് നാളുകൾക്ക് ശേഷം ദുർബലമാകും. ചുരുക്കത്തിൽ മയക്കുമരുന്നുകളോടുള്ള അഭിനിവേശം കൂടും. പക്ഷേ അതിൽ നിന്നും അതുപയോഗിക്കുന്ന വ്യക്തി പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കുകയില്ല. പോയിന്റ് 12. In cases of severe addiction, the pleasure mechanisms fail to respond to drug stimulation. The drug then imparts only relative relief from misery. മയക്കുമരുന്നുകൾക്ക് പൂർണ്ണമായും അടിമപ്പെട്ട ഒരു വ്യക്തിയുടെ തലച്ചോർ മയക്കുമരുന്നുകൾ നൽകുന്ന കൃത്രിമ ഉദ്ദീപനത്തോട് പ്രതികരിക്കാതെയാകുന്നു. ആ വ്യക്തി അനുഭവിക്കുന്ന ഭ്രാന്തമായ മാനസികാവസ്ഥയ്ക്ക് ചെറിയ ഒരു ശമനം മാത്രമേ മയക്കുമരുന്നുകളിൽ നിന്നും ലഭിക്കുകയുള്ളൂ. പോയിന്റ് 13. Information from the senses still reaches the brain, but the brain is unable to evaluate the information and interpret it as pleasurable. മയക്കുമരുന്ന് ഉപയോഗിച്ച വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള അറിയിപ്പുകൾ അപ്പോഴും തലച്ചോറിന് ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അറിയിപ്പുകളെ പരിശോധിച്ച് ആ വ്യക്തിക്ക് സന്തോഷം തോന്നിപ്പിക്കാനുള്ള ശേഷി തലച്ചോറിന് ഇല്ലാതെയാകുന്നു. മയക്കുമരുന്നുകളുടെ അമിത ഉപയോഗം മൂലം തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പോയിന്റ് 14. The sensory deprivation of the drug addict manifests itself in a feeling of physical discomfort and in personality changes. He feels depressed and fails to respond either to his environment or to other people. His mental disturbance is similar to paranoia. മയക്കുമരുന്നിന് അടിമയായ വ്യക്തിക്ക് ശാരീരികമായ അസ്വസ്ഥതകളും വ്യക്തിത്വമാറ്റങ്ങളും ഉണ്ടാകുന്നു. അയാൾ മെല്ലെ വിഷാദത്തിലേക്ക് കൂപ്പുകുത്തുന്നു. തൻ്റെ ചുറ്റുപാടുകളോടും മറ്റു വ്യക്തികളോടും പ്രതികരിക്കാൻ അയാൾക്ക് സാധിക്കില്ല. അയാൾ പാരനോയ എന്ന മാനസികാവസ്ഥയിൽ എത്തിച്ചേരുന്നു. അതായത് മറ്റുള്ളവരെല്ലാം അയാൾക്കെതിരാണ് എന്ന തോന്നൽ അയാൾക്കുണ്ടാകുന്നു. മനസ്സിൻ്റെ സ്ഥിരത നഷ്ടപ്പെടാൻ തുടങ്ങുന്ന അവസ്ഥയാണിത്. പോയിന്റ് 15. The drug addict cannot locate the source of his problem and looks for the cause in everything but himself. He draws further and further into himself. He often feels people are looking at him strangely. എന്താണ് തൻ്റെ പ്രശ്നമെന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ട വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. തൻ്റെ പ്രശ്നത്തിന് കാരണമന്വേഷിച്ച് അയാൾ ചുറ്റും നോക്കും. എന്നാൽ തന്നിൽ തന്നെയാണ് പ്രശ്നം ഇരിക്കുന്നത് എന്നയാൾ ഒരിക്കലും മനസ്സിലാക്കുകയില്ല. അതിൻ്റെ ഫലമായി ചുറ്റുപാടുകളെ അവഗണിച്ച് അയാൾ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നു. മറ്റുള്ള ആൾക്കാർ തന്നെ ശത്രുതയോടെ തുറച്ചു നോക്കുന്നു എന്ന് അയാൾക്ക് തോന്നുന്നു. പോയിന്റ് 16. The addict can even lose the sense of being alive. He feels dead inside. മയക്കുമരുന്നിന് അടിമപ്പെട്ട വ്യക്തിക്ക് താൻ ജീവിച്ചിരിക്കുന്നു എന്ന ബോധം തന്നെ നഷ്ടപ്പെട്ടേക്കാം. ആ വ്യക്തിയുടെ മനസ്സിൽ താൻ മരിച്ചിരിക്കുന്നു എന്ന ബോധമാണ് ഉണ്ടാവുക. വളരെ ഉത്സാഹശീലനായ ഒരു വ്യക്തി മയക്കുമരുന്നിന് അടിമപ്പെട്ടാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ. പോയിന്റ് 17. The claims that drugs are safe are fake. Real dangers exist. Often the drug user assumes they do not because the harmful side effects are not immediately apparent. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ചിലർ അവകാശപ്പെട്ടേക്കാം. പക്ഷേ അത് ശരിയല്ല. മയക്കുമരുന്നുകളുടെ ഉപയോഗം വളരെ അപകടകരമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഈ അപകടത്തെപ്പറ്റി ബോധവാന്മാരല്ല. മയക്കുമരുന്നിൻ്റെ ദോഷങ്ങൾ ഒരു വ്യക്തിയിൽ അത്ര പെട്ടെന്ന് പ്രത്യക്ഷപ്പെടില്ല. ദൂഷ്യഫലങ്ങൾ ഒരു വ്യക്തിയിൽ വെളിവാകുമ്പോഴേക്കും ആ വ്യക്തി മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കും. പോയിന്റ് 18. Possible dangers range from incidental delirious effects to death from overdose. The long-term effects are degeneration of health and depletion of brain function. Drugs act directly on the brain and cause mental mechanisms to respond abnormally. മയക്കുമരുന്നുകളുടെ ദുരുപയോഗം കൊണ്ട് ഒരുപാട് ശാരീരിക മാനസിക പ്രശ്നങ്ങളുണ്ട്. സ്വബോധം നശിച്ച് പരസ്പരബന്ധമില്ലാതെ സംസാരിക്കുന്നത് മുതൽ അമിതമായ ഡോസ് ഉപയോഗിച്ച് മരണം സംഭവിക്കുന്നത് വരെ അനേകം ദോഷങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കാം. ആരോഗ്യം ക്ഷയിക്കുക, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ താറുമാറാവുക എന്നതാണ് ദീർഘകാലം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ.
മയക്കുമരുന്നുകൾ നേരിട്ട് തലച്ചോറിനെ ബാധിച്ച് അതിൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു. Point 19. The risks are great for the persistent drug user. He will do himself a great deal of harm before the warning symptoms occur. സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും ഒരുപാട് ദോഷങ്ങൾ ശരീരത്തിനും മനസ്സിനും സംഭവിച്ചു കഴിഞ്ഞിരിക്കും. പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന വിശ്വാസത്തിലാണ് പലപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തി അവ തുടർച്ചയായി ഉപയോഗിക്കുന്നത്. അപകടം മനസ്സിലാക്കുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കും. Point 20. Dirty needles and solutions used for injecting drugs can cause abscesses in the arms and veins, liver disease, and infection of the kidneys and brain. മയക്കുമരുന്ന് കുത്തിവെക്കാനായി കൈമാറി ഉപയോഗിക്കുന്ന സിറിഞ്ച്, ലായനി എന്നിവ കൈകളിലും രക്തക്കുഴലുകളിലും കുരുക്കൾ ഉണ്ടാക്കിയേക്കാം. മാത്രമല്ല കരൾ രോഗം, കിഡ്നി, തലച്ചോർ ഇവയ്ക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ തുടങ്ങിയ രോഗങ്ങൾക്കും കാരണമായേക്കാം. ഒരേ സിറിഞ്ച് പലർ ഉപയോഗിക്കുമ്പോൾ എയ്ഡ്സും അതുപോലെയുള്ള മറ്റു രോഗങ്ങളും പകരാനുള്ള സാധ്യത കൂടുതലാണ്. Point 21. Sniffing cocaine and amphetamines can damage the tissue of the nose, and marijuana and tobacco smoking can cause lung diseases. കൊക്കെയിൻ, ആംഫെറ്റമൈൻ എന്നിവ മണപ്പിക്കുന്നത് മൂക്കിലെ കോശങ്ങൾ നശിക്കുന്നതിന് കാരണമാകും. മരിജുവാന, സിഗരറ്റ് എന്നിവ വലിക്കുന്നത് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകും. ഇതുമൂലമുണ്ടാകുന്ന ദോഷങ്ങൾ പലപ്പോഴും ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല. Point 22. Heavy users of alcohol, volatile solvents, amphetamines or marijuana may find that their livers are permanently damaged. മദ്യം, ലഹരി ഉണ്ടാകുന്ന ദ്രാവകങ്ങൾ, ആംഫെറ്റമൈൻസ്, മരിജുവാന എന്നിവ ഉപയോഗിക്കുന്നവർക്ക് മാരകമായ കരൾ രോഗം ഉണ്ടാവാം. Point 23. Babies of women addicted to opiates are likely to be born addicted and suffer from withdrawal symptoms. മോർഫീൻ തുടങ്ങിയ ഓപ്പിയേറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിന് അടിമകളായിട്ടായിരിക്കും ജനിക്കുക. മാത്രമല്ല മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള വ്യക്തികൾ അവർ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് കിട്ടാതെയാകുമ്പോൾ പ്രകടിപ്പിക്കുന്ന വെപ്രാളം അഥവാ വിഡ്രോവൽ സിംറ്റം ഈ കുട്ടികൾ പ്രകടിപ്പിച്ചേക്കാം. ഒരു വ്യക്തി മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അടുത്ത തലമുറയെ കൂടി ബാധിക്കും എന്നതിൽ നിന്നും മനസ്സിലാക്കാം. Point 24. Cocaine and amphetamines can cause hair to fall out. Marijuana can damage cells. കൊക്കെയിൻ, ആംഫെറ്റമൈൻസ് എന്നീ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ മുടി കൊഴിഞ്ഞു പോകും. മരിജുവാന ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കും. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് ശാരീരികവും മാനസികവുമായ അനേകം പ്രശ്നങ്ങൾ ഉണ്ടാവും. Point 25. A drug user is more susceptible to pneumonia, tuberculosis, malnutrition and weight loss. An overdose of any essential drugs can lead to respiratory or cardiac failure and death. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യൂമോണിയ, ക്ഷയം, പോഷണക്കുറവ്, ശരീരഭാരക്കുറവ് എന്നീ അസുഖങ്ങൾ ഉണ്ടാകുന്നു. മയക്കുമരുന്നിൻ്റെ അമിതമായ ഡോസ് ശ്വാസതടസ്സം, ഹൃദയസ്തംഭനം എന്നിവ ഉണ്ടാക്കും. അങ്ങനെ അത് മരണകാരണമാകും. Point 26. Drugs affect the chemistry of the brain cells. They can easily upset the delicate chemical balance of the brain's intricate system of communication. They may also damage cell tissue. The effects may be transitory or permanent. മയക്കുമരുന്നുകൾ തലച്ചോറിലെ കോശങ്ങളുടെ രാസപ്രവർത്തനത്തെ ബാധിക്കുന്നു. ശരീരഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിന് തലച്ചോറിന് വളരെ സൂക്ഷ്മവും സങ്കീർണവുമായ രീതികളുണ്ട്. ഈ രീതികളുടെ രാസസംതുലനത്തെ മയക്കുമരുന്ന് അട്ടിമറിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ മയക്കുമരുന്ന് നശിപ്പിക്കുന്നു. മയക്കുമരുന്ന് മൂലം ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന കോട്ടങ്ങൾ താൽക്കാലികമോ സ്ഥിരമോ ആകാം. Point 27. Damage to the brain is the most subtle, most often unrecognized and least understood consequence of drug abuse. മയക്കുമരുന്ന് ദുരുപയോഗത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മവും എളുപ്പത്തിൽ തിരിച്ചറിയപ്പെടാത്തതും ആൾക്കാർ വളരെ കുറച്ച് മനസ്സിലാക്കിയിട്ടുള്ളതുമായ ദോഷം തലച്ചോറിനുണ്ടാകുന്ന കോട്ടമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ വ്യക്തിജീവിതം മാത്രമല്ല കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും കൂടി തകരാറിലാവും. ഇങ്ങനെ ഒരു ചാപ്റ്റർ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിലല്ല, അവ ഒഴിവാക്കുന്നതാണ് ഹീറോയിസം എന്ന് പഠിക്കാനാണ്. മയക്കുമരുന്നിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ ചാപ്റ്ററിൽ വിശദമായി പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാനുണ്ട്. നിങ്ങളുടെ ജീവിതം മയക്കുമരുന്നിന് അടിമയായി നശിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ട് സേ നോ ടു ഡ്രഗ്സ്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുക. ഇനി തിങ്ക് ആൻഡ് റൈറ്റ് സെക്ഷനിലേക്ക് പോകാം. How does the belief in drugs lead to drug abuse? മരുന്നുകളിലുള്ള വിശ്വാസം എങ്ങനെ മയക്കുമരുന്നുകളുടെ ദുരുപയോഗത്തിലേക്ക് നയിക്കുന്നു? What are the principles put forth by Hippocrates in relation to the use of drugs? മരുന്നുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഹിപ്പോക്രേറ്റ്സ് മുന്നോട്ട് വെച്ച തത്വങ്ങൾ എന്തെല്ലാമാണ്? How does the sensory deprivation of the addict express itself? മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു വ്യക്തിയുടെ ഇന്ദ്രിയങ്ങൾ ശരിയായി പ്രവർത്തിക്കാത്തത് എങ്ങനെ വെളിവാകുന്നു? How does the addict look upon external objects? മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു വ്യക്തി പുറമേയുള്ള കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു?
ഡു യു തിങ്ക് അഡിക്ഷൻ ടു ഡ്രഗ്സ് വിൽ റിസൾട്ട് ഇൻ ഐഡന്റിറ്റി ക്രൈസിസ്? ഹൗ? എങ്ങനെയാണ് മയക്കുമരുന്നിനോടുള്ള അടിമത്തം സ്വത്ത് പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത്? ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്ററിന്റെ നോട്ട്സിൽ ലഭ്യമാണ്. നോട്ട്സ് ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, പാരഗ്രാഫ് റൈറ്റിംഗ്. ഡിസ്ക്രൈബ് ദ മെന്റൽ ആസ് വെൽ ആസ് ഫിസിക്കൽ ഇമ്പാക്ട്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. മയക്കുമരുന്ന് ദുരുപയോഗം ഒരു വ്യക്തിയുടെ ശരീരത്തിനെയും മനസ്സിനെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് വിവരിക്കുക. ഡു യു തിങ്ക് ദാറ്റ് ദി അഡിക്ഷൻ ടു ഡ്രഗ്സ് വിൽ ഡെസ്ട്രോയ് നോട്ട് ഓൺലി ദ അഡിക്റ്റഡ് ബട്ട് ദ എൻറ്റയർ ഹ്യൂമാനിറ്റി? ജസ്റ്റിഫൈ യുവർ ആൻസർ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ മോഡേൺ കോണ്ടെക്സ്റ്റ്. മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം വ്യക്തികളെ മാത്രമല്ല മാനവികതയെ തന്നെ നശിപ്പിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സമകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഉത്തരത്തെ സാധൂകരിക്കുക. ഈ ആക്ടിവിറ്റിയുടെ സൊല്യൂഷൻ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ആക്ടിവിറ്റി 2, ഗ്രൂപ്പ് ഡിസ്കഷൻ. The health club in your school decides to conduct a group discussion on the topic Substance abuse leads to social problems. Conduct a group discussion. സബ്സ്റ്റൻസ് അബ്യൂസ് ലീഡ്സ് ടു സോഷ്യൽ പ്രോബ്ലംസ് എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ സംഘടിപ്പിക്കുക. ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുമ്പോൾ ചെയ്യേണ്ടതും ചേരുതാത്തതുമായ കാര്യങ്ങൾ ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്നു. ആക്ടിവിറ്റി 3, ലെറ്റർ ഓഫ് എൻക്വയറി. While at school, you may sometimes have to write letters to different agencies or organizations or offices, etc., inquiring about their services or seeking permission to use their services. Study the following letter of enquiry made by the secretary of the Sauhrada Club of a school to the Central Library, Mumbai. Now that you have read the sample letter, write a letter to Florence Public School, Chennai, inquiring about the project they are working on and seeking permission to visit their school. ഇവിടെ ഒരു സ്കൂളിൻ്റെ സൗഹൃദ ക്ലബ് മുംബൈ സെൻട്രൽ ലൈബ്രറി സന്ദർശിക്കാനായി അനുവാദം ചോദിച്ചുകൊണ്ട് എഴുതിയ കത്ത് നൽകിയിരിക്കുന്നു. ഈ സ്കൂൾ ഇൻക്രീസിംഗ് ടെൻഡൻസി ഓഫ് ഡ്രഗ് അബ്യൂസ് എമംഗ് ദി യങ് എന്ന വിഷയത്തിൽ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊജക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനായി സ്കൂൾ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കുക. ഈ ആക്ടിവിറ്റിയുടെ സൊല്യൂഷൻ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സിൻ്റെ ലിങ്കിനായി ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ കാണുക. ആക്ടിവിറ്റി 4, യൂസ് ഓഫ് ലാംഗ്വേജ് എക്സ്പ്രഷൻസ്. Here are some of the expressions which can be used in different contexts. Use them in appropriate situations. വിവിധ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള ചില എക്സ്പ്രഷൻസ് ഇവിടെ നൽകിയിരിക്കുന്നു. കംപ്ലീറ്റ് അല്ലാത്ത എക്സ്പ്രഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത് കാണുക. Activity 5, giving advice. You may come across drug addicts among your own peer group. You have the responsibility to make them aware of the dangers of drug abuse. You can do it in many different ways. For example, you can advise them not to use it, or request them lovingly and politely to give up the habit, or make alternative or practical suggestions, or offer your sympathy and encouragement, etc. Imagine such a situation and make use of the suitable expressions given above to talk to or advise your friends about the dangers of drug abuse. നിങ്ങളുടെ സുഹൃത്തുക്കളിലോ പരിചയക്കാരിലോ ആരെങ്കിലും മയക്കുമരുന്നിന് അടിമയാണ് എന്ന് സങ്കല്പിക്കുക. മയക്കുമരുന്നിനെതിരായി അവരെ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പല രീതിയിൽ നിങ്ങൾക്ക് അവരെ ബോധവൽക്കരിക്കാൻ സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് ഉപദേശിക്കാം. ഈ ശീലം ഉപേക്ഷിക്കണമെന്ന് സ്നേഹപൂർവ്വം ആവശ്യപ്പെടാം. പ്രായോഗിക നിർദ്ദേശം നൽകാം. നേർവഴി നടക്കാനായി അവരെ പ്രോത്സാഹിപ്പിക്കാം. അവരോട് സംസാരിക്കുമ്പോഴും അവരെ ഉപദേശിക്കുമ്പോഴും എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണ് ഉപയോഗിക്കേണ്ടത്? ഏതാനും എക്സാമ്പിൾസ് എഴുതുക. സാമ്പിൾ ആൻസർ തന്നിരിക്കുന്നു.
Activity 6. Seminar. Read the following clippings from newspaper reports. These reports give us an alarming picture of the spreading menace of the abuse of drugs among the younger generation. Study the problem in detail and prepare a seminar paper on the topic. The vicious web of drugs spoils the dreams and lives of the young. ഈ വിഷയത്തെപ്പറ്റി ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കുക. സാമ്പിൾ സെമിനാർ പേപ്പർ നൽകിയിരിക്കുന്നു. Activity 7. PowerPoint presentation. The drugs that are beneficial to humanity may become detrimental to mankind as people misuse or abuse over-the-counter drugs. The drugs supposed to heal can actually cause harm. Make a study of the burning issue, drug abuse and its consequences in the present times, and prepare a PowerPoint presentation on the topic to be presented in the class. Drug abuse and its consequences in the present times എന്ന വിഷയത്തെപ്പറ്റി ഒരു PowerPoint presentation തയ്യാറാക്കുക. പ്രസന്റേഷൻ നിർമ്മിക്കാനുള്ള ടിപ്സ് ടെക്സ്റ്റിൽ നൽകിയിട്ടുണ്ട്. Activity 8. Let's edit. While writing down the following passage, being dictated by the teacher, a student committed a few mistakes in spelling. You may correct those mistakes. ഇവിടെ 3 പാസേജസ് തന്നിരിക്കുന്നു. ഈ പാസേജസിലെ തെറ്റുകൾ തിരുത്തി എഴുതുക. ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മദ്യം, മയക്കുമരുന്ന് എന്നിവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമെന്ന് ഞാനും നിങ്ങളുടെ രക്ഷാകർത്താക്കളും പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. ഈ ചാനലിലെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളുടെ +1, +2 VHSC സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന്റെ നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.